ബ്ലെസ്സിംഗ് ടുഡേയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം. ഈ ആഴ്ച കർത്താവ് എന്തൊക്കെയോ വലിയ കാര്യങ്ങളാണ് നമ്മുടെ നടുവിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എനിക്കറിയാം, ഈ ജാനുവരി, ഫെബ്രുവരി, ഈ മാർച്ച് മാസങ്ങളിൽ ദൈവം എന്തൊക്കെയോ ചില പ്രത്യേക വലിയ കാര്യത്തിന് വേണ്ടിയിട്ട് ഒരുക്കങ്ങളിലൂടെ നമ്മളെ നടത്തിക്കൊണ്ടു പോവുകയാണ്. ഈ ഒരു വർഷം ബ്ലെസ്സിംഗ് ടുഡേയെ സംബന്ധിച്ചിടത്തോളം ദ ഇയർ ഓഫ് ഹാർവെസ്റ്റ് എന്ന പേരിലാണ് നമ്മൾ പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഇതൊരു കൊയ്ത്തിൻ്റെ വർഷമാണ്. നിങ്ങൾ എത്ര പേർക്ക് വിശ്വാസത്തോടെ പറയാൻ സാധിക്കും, ഇത് എൻ്റെ കൊയ്ത്തിൻ്റെ വർഷമാണ്? നിങ്ങളുടെ ഫൈനാൻഷ്യൽ മേഖലകളിൽ കർത്താവിൻ്റെ അനുഗ്രഹങ്ങൾ നിങ്ങൾ കൊയ്തെടുക്കുന്ന, അല്ലെങ്കിൽ കഴിഞ്ഞ നാളുകളൊക്കെ നിങ്ങൾ ബ്ലെസ്ഡ് ആയിട്ടുണ്ട്, നിങ്ങളുടെ ജീവിതത്തിൽ നന്മകൾ കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഒരു കൊയ്ത്ത് എന്ന് പറയുമ്പോൾ മനസ്സിലാകുന്നുണ്ട് എത്ര വലുതാണത്. അതുപോലെ കൊയ്തെടുക്കുന്ന ഒരു വർഷമാണ് 2024. നിങ്ങൾ തന്നെ നിങ്ങളോടത് പറയാൻ തുടങ്ങിയാലും, ഈ 2024 എൻ്റെ സാമ്പത്തിക മേഖല, അത് ബിസിനസ്സിൻ്റെ കാര്യമാകാം, അല്ലെങ്കിൽ അത് മറ്റ് പണമിടപാടുകളുടെ കാര്യമാകാം, അല്ലെങ്കിൽ മറ്റ് ക്രയവിക്രയങ്ങളുടെ കാര്യങ്ങളാകാം, ട്രാൻസാക്ഷൻസ് നടക്കുന്ന കാര്യങ്ങളാകാം, ഏത് കാര്യത്തിലാണെങ്കിലും ശരി, ഈ വർഷം ഞാൻ നിങ്ങളെ നോക്കി പറയുകയാണ്, ഇത് നിങ്ങളുടെ കൊയ്ത്തിൻ്റെ വർഷമാണ്. താങ്ക് യു ലോർഡ്, താങ്ക് യു ജീസസ്, ഹല്ലേലൂയ. കൊയ്ത്തെന്ന് പറയുമ്പോൾ അനേകം മാസങ്ങളായിട്ട് വിതച്ചിട്ടുള്ളൊരു കാര്യം, പക്ഷേ പെട്ടെന്ന് ഒരു 3, 4 അല്ലെങ്കിൽ 6 അതിൻ്റെ ഒരു കാലയളവ് എത്തുമ്പോൾ പെട്ടെന്ന് അതിൻ്റെ റിട്ടേൺസ് മുഴുവൻ കിട്ടുകയാണ്. ആ റിട്ടേൺസ് മുഴുവൻ കിട്ടുന്ന ഒരു സമയമാണ് കൊയ്ത്തെന്ന് പറയുന്നത്. ഇതുപോലെ അനേക നാളുകളായിട്ട് നിങ്ങൾ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്ന ചില വിഷയങ്ങൾ, അല്ലെങ്കിൽ ഉപവസിച്ചു കൊണ്ടിരുന്ന ചില വിഷയങ്ങൾ, ആഗ്രഹിച്ച് ദൈവത്തോട് പറഞ്ഞ ചില വിഷയങ്ങൾ, അതിൻ്റെ റിട്ടേൺ നടക്കുന്ന, അത് തിരികെ വരുന്ന, നിങ്ങളുടെ കയ്യിലേക്ക് വരുന്ന ഒരു സമയമാണിത്. നിങ്ങളിൽ പല ആളുകളും സഭാപ്രസംഗിയുടെ പുസ്തകത്തിൽ പറയുന്ന പോലെ നിങ്ങളുടെ അപ്പത്തെ നിങ്ങൾ വെള്ളത്തിൻ്റെ മേൽ എറിഞ്ഞവരാണ്, എന്നാൽ ഏറിയ നാൾ കഴിഞ്ഞതിന് ശേഷം അത് നിങ്ങളുടെ അടുക്കിലേക്ക് മടങ്ങി വരുമെന്ന് പറഞ്ഞ പോലെ ഇത് നിങ്ങളുടെ അടുക്കിലേക്ക് മടങ്ങി വരുന്ന ഒരു വർഷമാണ് 2024. എത്ര പേർ ചേർന്ന് ഉറക്കെ ഒരു ആമേൻ പറഞ്ഞ്, ഹല്ലേലൂയ പറഞ്ഞ് ഈ വചനത്തെ നിങ്ങൾ സ്വീകരിക്കും? ഹല്ലേലൂയ. തുടർന്ന് ഇന്നത്തെ നമുക്കൊരു കീ സ്പോൺസറാണ് നമുക്കുള്ളത്. കാനഡയിൽ നിന്ന് ഒരു വെൽവിഷനാണ്. താങ്ക് യു ബ്രദർ ഓർ സിസ്റ്റർ. കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. കർത്താവ്, ഞങ്ങൾ വെൽവിഷന്റെ പിതാവ് രക്ഷിക്കപ്പെടുവാനും അദ്ദേഹം സ്നാനമേൽക്കുവാനും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഭവനത്തിലെ എല്ലാവർക്കും ദൈവികമായ സ്നേഹവും ഐക്യതയും ഉണ്ടാകുവാൻ, സഹോദരന്റെ വിവാഹം നടക്കുവാൻ, സ്വർഗത്തിലെ കർത്താവെ അങ്ങയുടെ വഴികൾ, വാതിലുകൾ അത്ഭുതകരമായിട്ട് അങ്ങ് തുറക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, താങ്ക് യു ജീസസ്. അങ്ങയുടെ വലിയ പ്രവൃത്തികൾ അങ്ങ് വെളിപ്പെടുത്തിയതിനായി ഞങ്ങൾ നന്ദി പറയുന്നപ്പ, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. കർത്താവ് നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ദൈവത്തിൻ്റെ വലിയ കൃപ നിങ്ങളുടെ മേൽ വ്യാപരിക്കട്ടെ. തുടർന്ന് അനുഗ്രഹിക്കപ്പെട്ട സന്ദേശത്തിലേക്ക് നമുക്ക് കടക്കാം. ദൈവം വലിയ നന്മകളാൽ നിങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. വെൽക്കം ബാക്ക്. എല്ലാവരും ഒന്ന് തുറന്നൊന്ന് ചിരിച്ചേ, ദൈവസന്നിധിയിൽ ഒന്ന് സന്തോഷിച്ചേ. ചിലരൊക്കെ മൂഡ് ഓഫ് ആണല്ലോ, തുടങ്ങി വരുന്നുള്ളല്ലേ. ചിലരൊക്കെ മോർണിംഗ് ഗ്ലോറി തുടങ്ങുമ്പോൾ ആകെപ്പാടെ അപ്ടൈറ്റായി ടെൻഷൻ അടിച്ചായിരിക്കും, പക്ഷെ കഴിയുമ്പോൾ ഭയങ്കരമായി സന്തോഷിക്കുന്നവരുണ്ട്. എന്നാൽ ഇന്നങ്ങ് തുടക്കം മുതൽ കർത്താവിൻ്റെ സന്നിധിയിൽ അങ്ങ് സന്തോഷിക്കുവാണെങ്കിൽ എത്ര നല്ലതാണ് അല്ലേ? ഓൾറൈറ്റ്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഈ തികഞ്ഞ ദൈവസ്നേഹത്തിൻ്റെ പ്രവൃത്തികളെക്കുറിച്ച് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പെർഫെക്റ്റ് ലവ് ഓഫ് ദ ഫാദർ, അത് നമ്മിലേക്ക് വന്നു കഴിഞ്ഞാൽ, അത് നമ്മിലേക്ക് വരുമെന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് ഗലാത്യലേഖനം 5-ാം അധ്യായം 22-23 വചനങ്ങൾ വായിക്കുമ്പോൾ ആത്മാവിൻ്റെ ഫലമോ, ദ ഫ്രൂട്ട് ഓഫ് ദ ഹോളി സ്പിരിറ്റിനെ കുറിച്ച് പറയുന്നുണ്ട്. ലവ്, ജോയ്, പീസ്, പേഷ്യൻസ്, കൈൻഡ്നസ്, ഗുഡ്നസ്, ഫെയ്ത്ത്ഫുൾനെസ്, ജെന്റിൽനെസ് ആൻഡ് സെൽഫ് കൺട്രോൾ. അപ്പോൾ അവിടെ 9 തരത്തിലുള്ള 9 ആത്മാവിൻ്റെ ഫലം പറയുന്നുണ്ട് അല്ലേ? സ്നേഹം, സന്തോഷം, സമാധാനം, വിശ്വസ്തത, സൗമ്യത, ഇന്ദ്രിയം, അങ്ങനെ 9 എണ്ണം അവിടെ പറയുന്നുണ്ട്. അതിൽ ഒന്ന്, ആദ്യത്തെ തന്നെ ഫ്രൂട്ട് ഓഫ് ദ ഹോളി സ്പിരിറ്റിൻ്റെ ആദ്യം പറഞ്ഞിരിക്കുന്നത് സ്നേഹമാണ്. ആദ്യത്തേത് തന്നെ സ്നേഹമാണ്. 1 കൊരിന്ത്യർ 13:13 വിശ്വാസം, പ്രത്യാശ, സ്നേഹം, ഇത് 3 നിലനിൽക്കുന്നു. ഇതിൽ വലുതോ സ്നേഹം തന്നെ. അപ്പോൾ അതാണ് നിലനിൽക്കുന്നത്. ഇറ്റേണൽ റിച്ചസ് എന്ന് പറയുന്നത്. നമ്മുടെ കയ്യിൽ കുറേ കാശ് വന്നു, സ്വർണം വന്നു, വെള്ളി വന്നു, കോഹിനൂർ രത്നം, സാക്ഷാൽ കോഹിനൂർ രത്നം കയ്യിൽ പിടിച്ചിരിക്കുക, അതുപോലെ ഒരു ദിവസം പോകും, കയ്യിൽ നിന്ന് പോകും. എന്താണെങ്കിലും നമുക്ക് എന്നും ഈ ഭൂമിയിലെ ധനം കയ്യിൽ പിടിച്ചുകൊണ്ടിരിക്കാൻ സാധ്യമല്ല. അതിട്ടിട്ട് പോകേണ്ടി വരും. എന്നാൽ കേൾക്കണം, എന്നാൽ
നമ്മളിവിടുന്ന് പോയാലും കൂടെ കൊണ്ടുപോകാവുന്ന 3 ധനങ്ങളാണ് വിശ്വാസം, പ്രത്യാശ, സ്നേഹം. അതിൽ തന്നെ ഏറ്റവും ടോപ്പാണ് സ്നേഹം. ഇത് ആത്മാവിൻ്റെ ഫലമായതുകൊണ്ട് ഗലാത്യർ 5:22-23 വായിക്കുമ്പോൾ 9 ഫലം പറഞ്ഞിരിക്കുന്നതിൽ ഒന്നാമത്തെ സ്നേഹമാണെങ്കിൽ പരിശുദ്ധാത്മാവ് നമ്മിലേക്ക് വരുമ്പോൾ നമ്മുടെ അകത്ത് ഓൾറെഡി ദൈവസ്നേഹം വന്നു കഴിഞ്ഞു. പക്ഷേ അത് സ്പിരിറ്റ് റെലമിലാണ് ഇരിക്കുന്നത്. എന്നാൽ അത് അവിടെ നിന്ന് സോളിലേക്ക്, ദേഹിയിലേക്കും പിന്നെ നമ്മുടെ പുറത്തേക്കും ഒഴുകിയെങ്കിൽ മാത്രമേ അത് മറ്റുള്ളവർക്ക് കാണാൻ കഴിയൂ, നമുക്കും അനുഭവിക്കാൻ കഴിയും. സ്നേഹം ഓൾറെഡി അകത്ത് പരിശുദ്ധാത്മാവിൻ്റെ പകർച്ചയിൽ നമുക്കുള്ളിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ആ ദൈവസ്നേഹത്തെക്കുറിച്ചുള്ള തിരിച്ചറിവ് എന്നിലതുണ്ട്, എന്നിലത് ഇരിപ്പുണ്ട്. ആ സ്നേഹം മനസ്സിലാക്കുമ്പോഴാണ് സകലവിധ ഭയങ്ങളും നമ്മെ വിട്ട് മാറിപ്പോകുന്നത്. ലൂക്കോസിൻ്റെ സുവിശേഷം 1:74 വരുമ്പോൾ, to rescue us from the hands of our enemies and to enable us to serve him without fear. എൻ്റെ അറിവ് ശരിയാണെങ്കിൽ ഇത് നമ്മുടെ സെഖരിയാവ്, അത് യോഹന്നാൻ്റെ ഫാദർ, സ്നാപ യോഹന്നാൻ്റെ പിതാവ് സെഖരിയാവ് പറയുന്നൊരു ഭാഗമാണ് എന്നാണ് എൻ്റെ ഓർമ്മ. ടു റെസ്ക്യൂ us from the hands of the enemies, നമ്മെ നമ്മുടെ ശത്രുക്കളിൽ നിന്ന് വിടുവിക്കുവാനും, and to enable us to serve him without fear, ഒരു ഭയവുമില്ലാതെ ദൈവത്തെ ആരാധിക്കേണ്ടതിനും സേവിക്കേണ്ടതിനും ആയുഷ്കാലമൊക്കെ അവനെ സേവിക്കേണ്ടതിനും ആ ഉയരത്തിൽ നിന്ന് ഉദയം നമ്മെ കടാക്ഷിച്ചിരിക്കുന്നു. അദ്ദേഹം പാടുകയാണ്. വളരെ വളരെ ശ്രദ്ധിച്ച് കേൾക്കേണ്ട ഒരു ഭാഗമാണ് ഞാൻ ഈ പറയുന്നത്. ഈ നമ്മുടെ ശത്രുക്കളുടെ കയ്യിൽ നിന്ന് നമ്മെ രക്ഷിക്കുവാനും ആയുഷ്കാലം മുഴുവൻ ഭയം കൂടാതെ ദൈവത്തെ ആരാധിക്കുവാൻ, അതിനെക്കുറിച്ചും ചിന്തിച്ചു നോക്കി. ആയുസ് മുഴുവൻ ഒരു ഭയവുമില്ലാതെ ദൈവത്തെ ആരാധിക്കാനും സേവിക്കാനും അവൻ നമ്മെ കടാക്ഷിച്ചിരിക്കുന്നു. ഈ പരിശുദ്ധാത്മാവ് നമ്മെ ദൈവത്തിൻ്റെ സ്നേഹം എന്താണെന്ന് കാണിച്ചു തരും. അതൊരു ഫ്രൂട്ടായിട്ട് തരും. അതൊരു ഫലമായി, ഒരു പഴമായി നമ്മുടെ അകത്ത് തരിക, ഒരു ഫലമായി തരിക, ഫ്രൂട്ടായിട്ട് നിൽക്കുകയാണ്. ആ ദൈവസ്നേഹം എന്തുകൂടെ ചെയ്യും? ശത്രുക്കളിൽ നമ്മളെ വിടുവിക്കുകയും ഭയം മുഴുവൻ നമ്മളിൽ നിന്ന് മാറ്റിക്കളയുകയും ചെയ്യും. എന്തുകൊണ്ടാണ് എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ അതേക്കുറിച്ച് ഞാനിങ്ങനെ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നതിൻ്റെ സാരം, ഭയത്തിൻ്റെ ഗ്രിപ്പിൽ പിടിക്കപ്പെട്ടിരിക്കുന്നതെന്ന് വെച്ചാൽ നീരാളി പോലെ ഭയത്തിൻ്റെ പിടുത്തത്തിലായിരിക്കുന്ന ചിലർ ഈ ദിവസങ്ങളിൽ നീരാളി പിടുത്തത്തിൽ നിന്ന് സ്വതന്ത്രമാകുകയാണ്. ഇറ്റ് ഈസ് വെരി സിമ്പിൾ. എന്ത് മനസ്സിലാക്കണം? പിതാവ് എന്നെ സ്നേഹിക്കുന്നു. പിതാവിൻ്റെ സ്നേഹം തികഞ്ഞതാണ്. മൈ ഫാദേഴ്സ് ലവ് ഈസ് പെർഫെക്റ്റ്. അവൻ എന്നെ സ്നേഹിച്ചിരിക്കുന്നത് കൊണ്ട് ആ സ്നേഹം എൻ്റെ സകല പാപങ്ങളും മറച്ചു കളഞ്ഞു. മാത്രമല്ല ആ സ്നേഹം എന്നെ അങ്ങ് പൊതിഞ്ഞിരിക്കുകയാണ്. ഈ ലോകത്തിൽ ഇനി ഭാര്യ സ്നേഹിച്ചില്ലേലും, ഭർത്താവ് സ്നേഹിച്ചില്ലേലും, മക്കൾ സ്നേഹിച്ചില്ലേലും, അപ്പനമ്മ സ്നേഹിച്ചില്ലേലും, ആരുടെയും സ്നേഹം എനിക്ക് കിട്ടിയില്ലേലും ദൈവസ്നേഹം, പിതാവിൻ്റെ സ്നേഹത്തിൻ്റെ നിറവ്, അതിനെല്ലാം കോമ്പൻസേറ്റ് ചെയ്യുന്ന, അതിൻ്റെ എല്ലാം നഷ്ടപരിഹാരമായി ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ അറിവെനിക്കുണ്ടെങ്കിൽ എല്ലാ ഭയങ്ങളിൽ നിന്നും ഞാൻ സ്വതന്ത്രനായി ഒരു വലിയ സെക്യൂരിറ്റി ഫീലിംഗ് എനിക്കുണ്ടാകും. ഈ ദാവീദിൻ്റെ കഥ നമ്മളെപ്പോഴും പറയും. അപ്പൻ്റെ സ്നേഹവും കിട്ടിയില്ല, അമ്മയുടെ സ്നേഹവും കിട്ടിയില്ല. 27-ാം സങ്കീർത്തനം 10-ാമത്തെ വചനത്തിൽ പറയുന്നത്, എൻ്റെ അപ്പനും അമ്മയും എന്നെ ഉപേക്ഷിച്ചിരിക്കുന്നു, എങ്കിലും യഹോവേ നീ എന്നെ ചേർത്തുകൊള്ളും. ആരോടൊക്കെയോ ഞാനത് സംസാരിച്ചിരിക്കുന്നു. എൻ്റെ അപ്പനും അമ്മയും എന്നെ ഉപേക്ഷിച്ചിരിക്കുന്നു. നിങ്ങൾ അങ്ങനെയുള്ള അനുഭവത്തിലൂടെ പോയവർ എന്നെ കേൾക്കുന്നില്ലേ? സ്വന്തം അപ്പനും അമ്മയും എന്നെ ഉപേക്ഷിച്ചിരിക്കുന്നു. ഇങ്ങനെ ഒരു മകൻ എനിക്കില്ല, ഇങ്ങനൊരു മകൾ എനിക്കില്ല. ഇനി മേലിൽ നീ വീടിനകത്ത് കയറരുത്. ഇനി മേലിൽ നീയുമായിട്ട് എനിക്കൊരു ബന്ധവുമില്ല. അപ്പനോ അമ്മയോ നിങ്ങൾ നോക്കി പറഞ്ഞിട്ടുണ്ടോ? എൻ്റെ അപ്പനും അമ്മയും എന്നെ ഉപേക്ഷിച്ചിരിക്കുന്നു. ദാവീദ് പറയൂ, വലിയ രാജാവായി തീർന്നവൻ, എങ്കിലും
ദൈവമേ, നീ എന്നെ ചേർത്ത് കൊള്ളും. അങ്ങനെയുള്ളവരെ എൻ്റെ കണ്ണിൽ ഞാനും കാണുകയാണ്. അങ്ങനെയുള്ളവരെ ഈ സ്വർഗത്തിലെ പിതാവ് തൻ്റെ മാറോട് ചേർത്ത് ഇങ്ങനെ പിടിച്ചേക്കുക. ഓ ഗോഡ്, ആ ആലിംഗനം അവൻ ഒരിക്കലും വിടില്ല. അവരെ ചേർത്ത് കൊള്ളും, അവരെ ചേർത്ത് പിടിച്ചേക്കുക. പക്ഷേ ഇത് ഉൾക്കൊള്ളാൻ, വിശ്വസിക്കാൻ നമ്മൾ തയ്യാറാകണം. തയ്യാറായില്ലെങ്കിൽ ആശ്വാസമില്ല, പരാതി മാത്രം. എൻ്റെ ദൈവമേ, എൻ്റെ അപ്പൻ എന്നെ കളഞ്ഞു, എൻ്റെ അമ്മ എന്നെ കളഞ്ഞു, വേണ്ടപ്പെട്ടവരെല്ലാം എന്നെ ഉപേക്ഷിച്ചു, നീ എവിടെ? നീ ജീവിച്ചിരിപ്പുണ്ടോ? ദൈവമുണ്ടോ? എന്നൊക്കെയുള്ള രീതിയിലുള്ള പരാതികളും പരിദേവനങ്ങളും എല്ലാം പുറത്തേക്ക് വരും. ഓ ഗോഡ്. എന്നാൽ ഇന്ന് ചില പെൺകുഞ്ഞുങ്ങൾ, ചില ആൺകുഞ്ഞുങ്ങൾ, ചില മുതിർന്നവർ, അവരുടെ അടുക്കലെല്ലാം ഈ ദൈവസ്നേഹം വന്നിട്ട് കവർ ചെയ്യുകയാണ്. മറ്റുള്ളവരിൽ ലഭിച്ച ഹേർട്സ്, ആഴത്തിലുള്ള കുന്തം കൊണ്ട് മുറിക്കുന്നത് പോലെ മുറിച്ച മുറിവുകൾ ഈ ദൈവസ്നേഹത്തിൻ്റെ ലേപത്തിൽ, ദൈവസ്നേഹത്തിൻ്റെ ലേപനത്തിൽ അത് ഹീലാവുകയാണ്. യേശുവിൻ്റെ നാമത്തിൽ അത് ഹീലാവട്ടെ. ഞാൻ ഈ മനസ്സിൻ്റെ സമനില തെറ്റുന്ന അത്ര അതിൻ്റെ വേർജിൽ വന്ന് നിൽക്കുന്ന ചില വ്യക്തികൾ ഇപ്പോൾ എന്നെ കാണുന്നുണ്ട്. ഈ ദൈവസ്നേഹം നിങ്ങളെ ചികിത്സിക്കുകയാണ്. ദിസ് ഇസ് എ ട്രീറ്റ്മെൻറ്റ്, ദിസ് ഇസ് ലവ് തെറപ്പി. ദൈവസ്നേഹം നിങ്ങളെ ഒരു തെറപ്പി പോലെ ട്രീറ്റ് ചെയ്ത് നിങ്ങളുടെ ആന്തരിക വ്യക്തിത്വത്തെ തന്നെ പണിയുകയാണ്. കാൺമീൻ, നമ്മൾ ദൈവമക്കൾ എന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് നമുക്ക് എത്ര വലിയ സ്നേഹം പ്രദർശിപ്പിച്ചിരിക്കുന്നു, കാണിച്ചിരിക്കുന്നു, ലാവിഷ് ചെയ്തിരിക്കുന്നു. മറക്കല്ലേ, മറക്കല്ലേ, മറക്കല്ലേ. ഇനി വായിക്കാൻ പോകുന്നൊരു ഭാഗമുണ്ട്. ഐ ലവ് ദിസ്. റോമാലേഖനം 8-ാം അധ്യായം 35 മുതൽ ഒന്ന് നോക്കി. Who shall separate us from the love of Christ? ഈ ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപിരിക്കുന്നത് ആർ? ക്വസ്റ്റ്യൻ മാർക്ക്. എങ്ങനെ ഇതൊക്കെ പറയണമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഈ പിതാവിൻ്റെ സ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപിരിക്കുന്നത് ആരാ? പറ, ആർക്ക് വേർതിരിക്കാൻ കഴിയും? Shall trouble or hardship or persecution or famine or nakedness or danger or sword? ഒരു ലിസ്റ്റ് കൊടുത്തേക്കണേ. വീണ്ടും ഒരു ക്വസ്റ്റ്യൻ മാർക്കാണ്. ഈ ലോകത്തിലുള്ള കഷ്ടതയോ അതുപോലെ ഉപദ്രവമോ പട്ടിണിയോ നഗ്നതയോ ആപത്തോ വാളോ, ഇതിനൊന്നിനും ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപിരിക്കാൻ സാധ്യമല്ല. ഇവിടെ ഒരു വശം, ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം. ക്രിസ്തുവിന് എന്നോടുള്ള സ്നേഹം ഞാൻ എൻജോയ് ചെയ്യണമെങ്കിൽ, ആസ്വദിക്കണമെങ്കിൽ, ആ സ്നേഹത്തെക്കുറിച്ചുള്ളൊരു തിരിച്ചറിവ് എനിക്കുണ്ടാകണം. ഒത്തിരി പേർക്ക് അതില്ല. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞില്ലേ, മാതാപിതാക്കൾക്ക് മക്കളോട് ഭയങ്കര സ്നേഹമാണ്. അവർ ജീവിച്ചിരിക്കുന്നത് പോലെ ഈ പിള്ളേർക്ക് വേണ്ടിയിട്ടാണ്. അതിനുവേണ്ടി അധ്വാനിക്കുന്നു, ഓവർ ടൈം നിൽക്കുന്നു, എങ്ങനെയൊരു 10 കാശ് കൂടെ കൂടുതലുണ്ടാക്കി കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഡെപ്പോസിറ്റ് ചെയ്യണം. അവരുടെ ഉപരിപഠനം, അവരുടെ ഭാവി, ഇതെല്ലാം സുരക്ഷിതമാക്കണം. അവരുടെ ജീവിതം പോലും ചുറ്റിപ്പറ്റി നിൽക്കുന്നത് ഈ മക്കളിലാണ്. ഈ മക്കൾക്ക് വേണ്ടിയാണ് മാതാപിതാക്കൾ ജീവിച്ചിരിക്കുന്നത്. ഞാൻ എപ്പോഴും പറയാറില്ലേ, എന്നോട് എത്രയോ പേരാണ് വന്ന് പറയുന്നത്, എൻ്റെ ബ്രദറെ, ഞാൻ ജീവിച്ചിരിക്കുന്നത് പോലും മക്കൾക്ക് വേണ്ടി, ഇല്ലെങ്കിൽ പണ്ടേ പലവട്ടം ഞാൻ ആത്മഹത്യ ചെയ്തേനെ. ചിലരൊക്കെ പറയും 10 വട്ടം ഞാൻ ആത്മഹത്യ ചെയ്തേനെ ബ്രദറെ. ഞാൻ മക്കളെ ഓർത്തിട്ടാണ് ചാകാത്തത്. പക്ഷേ മക്കൾക്കിത് മനസ്സിലാവണ്ടേ? മക്കൾക്ക് ഈ സ്നേഹം മനസ്സിലായില്ലെങ്കിൽ അപ്പോഴും അവർ എന്ത് പറയും? പരാതി പറയും. പാപ്പയ്ക്ക് എന്നോട് സ്നേഹമില്ല, മമ്മയ്ക്ക് എന്നോട് സ്നേഹമില്ല. ഇതുപോലെയാണ് ദൈവത്തിൻ്റെ അവസ്ഥ. ദൈവം നമ്മെ സ്നേഹിച്ച് തൻ്റെ സ്വന്തം പുത്രനെ പോലും നമുക്ക് വേണ്ടി വലിച്ചെറിഞ്ഞിട്ട് തന്നു. നമുക്ക് വേണ്ടി മരിക്കാനും നമ്മുടെ ശിക്ഷ ഏറ്റെടുക്കാനും. നാം നരകത്തിൽ പോകേണ്ട സ്ഥാനത്ത് അവനെ ശിക്ഷിച്ചു. നരകശിക്ഷ അവൻ്റെ മേൽ കൊടുത്തു. നമ്മളെ റിലീസ് ചെയ്തു, നമ്മളെ വെറുതെ വിട്ടു. ഇതൊക്കെ ചെയ്തിട്ടും ഇപ്പോഴും നമ്മൾ ദൈവത്തിന് എന്നോട് സ്നേഹമില്ല. അതുകൊണ്ടല്ലേ ഇങ്ങനെ
ഞാൻ പ്രാർത്ഥിച്ചിട്ട് എനിക്ക് മൊബൈൽ ഫോൺ കിട്ടിയില്ല. ഞാൻ പ്രാർത്ഥിച്ചിട്ട് എനിക്ക് ഞാൻ ഉദ്ദേശിച്ച ബൈക്ക് കിട്ടിയില്ല. ഞാൻ പ്രാർത്ഥിച്ചിട്ട് വിചാരിച്ചതുപോലത്തെ ഒരു പെണ്ണിനെ കിട്ടിയില്ല. ഞാൻ പ്രാർത്ഥിച്ച പലതും നടന്നില്ല. ദൈവത്തിന് എന്നോട് സ്നേഹമില്ല. എന്നാൽ ദൈവസ്നേഹത്തിൻ്റെ ഏറ്റവും വലിയ പ്രദർശനം നടന്നത് ഒരു മലമുകളിലാണ്. മനുഷ്യർ ദൈവത്തോട് ഏറ്റവും ഹീനമായത് ചെയ്തപ്പോൾ ദൈവം മനുഷ്യർക്ക് വേണ്ടി ഏറ്റവും ശ്രേഷ്ഠമായത് ചെയ്തു. നാം അവൻ്റെ പുത്രനെ പിച്ച് ചീന്തിയപ്പോൾ അപ്പോഴും അവൻ നമ്മോട് ക്ഷമിച്ചു. ഏറ്റവും നല്ലത് നിത്യസ്നേഹത്താൽ നിത്യജീവനും നിത്യരക്ഷയും അതോട് ചേർന്ന് ഈ ഭൂമിയിൽ ആവശ്യമുള്ള അനുഗ്രഹങ്ങളും അത്ഭുതങ്ങളും രോഗസൗഖ്യങ്ങളും നല്ല ജീവിതവും എല്ലാം അവൻ തന്നു. യേശുക്രിസ്തുവിൻ്റെ വിലാപ്പുറത്ത് പടയാളി വാരിയെല്ലുകളുടെ ഇടയിലൂടെ കുന്തമുന കയറ്റി അവൻ്റെ ഹൃദയത്തെ ലാക്കാക്കി ഹൃദയത്തെ മുറിച്ചപ്പോൾ അതിൽ നിന്നും രക്തവും വെള്ളവും പുറത്തേക്ക് വന്നു. കയ്പും വിഷവുമല്ല വന്നത്, രക്തവും വെള്ളവും പുറത്തേക്ക് വന്നു. നമ്മോടുള്ള കയ്പ് പുറത്തേക്കൊഴുകിയില്ല. പുറത്തേക്കൊഴുകിയത് നിത്യജീവനും ഹീലിങ്ങും എല്ലാമാണ് പുറത്തേക്കൊഴുകിയത്. എൻ്റെ ഈ കൊച്ചു നാവ് കൊണ്ട് എനിക്ക് എല്ലാം ഒന്നും പറഞ്ഞു തരാൻ അറിയില്ല. പല സമയത്തും പലത് എൻ്റെ ഉള്ളിൽ വന്ന് തിങ്ങുമെങ്കിലും ഒരു ഭാഷയിലും എനിക്കത് റിലീസ് ചെയ്യാൻ പറ്റുന്നില്ല. എനിക്ക് ഇങ്ങനെയൊക്കെ പറയാൻ പറ്റൂ. പക്ഷേ പരിശുദ്ധാത്മാവിൻ്റെ വെളിപ്പാടിൽ ഇതൊക്കെ എല്ലാവരും മനസ്സിലാക്കട്ടെ. തുടർന്ന് വായിക്കാം 36, റോമർ 8:36. As it is written, for your sake we face death all day long. We are considered as sheep to be slaughtered. പൗലോസിൻ്റെ അപ്പോഴത്തെ അവസ്ഥയാണ്. അറുക്കുവാൻ കൊണ്ടുപോകുന്ന ആടുകളെ പോലെ എണ്ണപ്പെടുന്നു. ഈ പറഞ്ഞ രീതിയിലുള്ള ഹാർഡ്ഷിപ്പ്, പെർസിക്യൂഷൻ, ഫാമിൻ, നേക്കഡ്നെസ്, ട്രബിൾ, ഡേഞ്ചർ, സ്വേർഡ്, ഇതിലൂടെ എല്ലാമാണ് താൻ ആ സമയത്ത് കടന്നു പോകുന്നത്. പക്ഷേ ഇതിലൂടെ എല്ലാം പോയപ്പോഴും ആ സ്നേഹത്തിൽ നിന്ന് താൻ അടർന്നു പോയില്ല. അല്ലെങ്കിൽ പൗലോസ് അപ്പോസ്തലൻ സ്നേഹത്തെ സംശയിച്ചില്ല. ഭയങ്കരമായ ഉപദ്രവം, പട്ടിണി, വാള്, ഇതിലൂടെ എല്ലാം പോയപ്പോഴും ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് താൻ വേർപെട്ടു പോയില്ല. അതുകൊണ്ടാണ് ഹൂ ഷാൽ സെപ്പറേറ്റ് us ഫ്രം ദ ലവ് ഓഫ് ക്രൈസ്റ്റ് എന്ന ചോദ്യം ചോദിച്ചിരിക്കുന്നത്. ഒരു വെല്ലുവിളിയാണ്. ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് നമ്മെ ആർക്ക് വേർപിരിക്കാൻ കഴിയും? ഇതിൽ ഒരു കാര്യം മനസ്സിലാക്കണം. ക്രിസ്തുവിന് ഇങ്ങോട്ട് സ്നേഹമുണ്ട്. അത് നാം മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ അത് എൻജോയ് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് ഞാൻ പറഞ്ഞു. അത് മനസ്സിലാക്കുന്നില്ലെങ്കിൽ ഇതെല്ലാം നമ്മളെ ബാധിക്കും. ഏതെല്ലാം? ഉപദ്രവം, പട്ടിണി, വാള്, നഗ്നത, ഇതെല്ലാം നമ്മളെ ഭയങ്കരമായി അഫക്റ്റ് ചെയ്യും. ഈ ലോകത്തെ കഷ്ടങ്ങൾ നമ്മളെ അഫക്റ്റ് ചെയ്യുവാനുള്ള ഒരു കാരണം ദൈവത്തിന് നമ്മോടുള്ള സ്നേഹം നമ്മൾ സംശയിക്കുന്നത് കൊണ്ടാണ്. 37. No, in all these things we are more than conquerors through him who loved us. ഇതിലെല്ലാം നാം പൂർണ്ണ ജയം പ്രാപിക്കുന്നു. നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരം ഇതിലെല്ലാം നമ്മൾ പൂർണ്ണ ജയം പ്രാപിക്കും. എനിക്ക് വീണ്ടും പറയാൻ വരുന്നു, എന്തുകൊണ്ടാണെന്നറിയില്ല, പലരും അത് മനസ്സിലാക്കിയിട്ടില്ല. ദൈവം സ്നേഹമാകുന്നു. എല്ലാവരും പറഞ്ഞേ, ദൈവം സ്നേഹമാകുന്നു. ഗോഡ് ഈസ് ലവ്. ഇനി ദൈവസ്നേഹത്തിൻ്റെ പ്രത്യേകത, ഇറ്റ് ഈസ് എ പെർഫെക്റ്റ് ലവ്. അത് തികഞ്ഞ സ്നേഹമാണ്. ഇറ്റ് ഈസ് എ വൺ വേ ലവ്. അത് എങ്ങനെയാണ് എൻ്റെ പറയേണ്ടത്? ഒരു ദിശയിലേക്ക് മാത്രമുള്ള സ്നേഹമാണ്. എന്ന് വെച്ചാൽ തിരിച്ച് കിട്ടിയില്ലേലും സ്നേഹിക്കും. നമ്മളൊന്നും അങ്ങനെയല്ലല്ലോ. മനുഷ്യ സ്നേഹം എന്ന് പറയുന്നത്, അവൻ എന്നോട് സ്നേഹമില്ല, എനിക്ക് അവനോട് സ്നേഹമില്ല. ഞാൻ കുറേ നാൾ സ്നേഹം കാണിച്ചു, എന്നോട് സ്നേഹമില്ല, ഞാൻ നിർത്തി, ഇപ്പം എനിക്ക് അവനോട് സ്നേഹമില്ല. ഇങ്ങനെയുള്ളൊരു കണ്ടീഷണൽ ലവ് ആണ് നമ്മുടേത്. എന്നാൽ ദൈവത്തിൻ്റെത് ഈസ് എൻ അൺകണ്ടീഷണൽ ലവ്. ഉപാധികളില്ലാത്ത, കണ്ടീഷൻസ് വയ്ക്കാത്ത, ക്ലോസുകളില്ലാത്ത സ്നേഹമാണ് ദൈവസ്നേഹം. പക്ഷേ അതൊന്ന് തിരിച്ചറിഞ്ഞാലാണ് നമുക്ക് അതൊന്ന് ആസ്വദിക്കണ്ടേ. ദൈവസ്നേഹം ഒന്ന് ആസ്വദിക്കണ്ടേ. അതിന് തിരിച്ചറിവുണ്ടാകണം.
ലേഖനങ്ങളിൽ പൗലോസ് എഴുതിയിരിക്കുന്നു, ദൈവസ്നേഹത്തിൻ്റെ വീതിയും നീളവും ആഴവും ഉയരവും ആരാഞ്ഞറിയുവാൻ. അപ്പം ദൈവസ്നേഹത്തിന് എന്തുണ്ട്? വീതി, നീളം, ആഴം, ഉയരം എല്ലാം ഉണ്ട്. ഡയമെൻഷൻസ് ഉണ്ട്. പണ്ടൊരിക്കൽ എനിക്ക് തോന്നുന്നു, ഏതൊരു ദിവസം എനിക്കൊന്ന് ഗുഡ് ഫ്രൈഡേ കാണാൻ തോന്നുന്നു. ഡയമെൻഷൻസ് ഓഫ് ഗോഡ്സ് ലവ് ഞാൻ പ്രസംഗിച്ചിട്ടുണ്ട്. ദൈവസ്നേഹത്തിൻ്റെ വിവിധ തലങ്ങൾ, ഡയമെൻഷൻസ്. 37 പറയുന്നത്, ഇൻ ഓൾ ദീസ് തിങ്സ് വി ആർ മോർ ദാൻ കോൺക്വറേഴ്സ് ത്രൂ ഹിം ഹൂ ലവ്ഡ് us. ഈ ജയാളി എന്ന് ലോകത്തിൽ അറിയപ്പെടുന്നത് ജയിച്ചവരെയാണ്. പുറത്തു പറയരുത്, നമ്മൾ മാത്രം അറിഞ്ഞാൽ മതി. എന്നാൽ ദൈവത്തിൻ്റെ മുമ്പിൽ ജയാളികൾ എന്നറിയപ്പെടുന്നത് തോറ്റവരാണ്. എന്താ പറഞ്ഞേ? തോറ്റു തുന്നം പാടിയവരാണ് ദൈവരാജ്യത്തിലെ ജയാളികൾ. ദൈവരാജ്യത്തിലെ ജയാളികളുടെ മാനദണ്ഡം അവരുടെ പെർഫോമൻസ് അല്ല. ഞാൻ എൻ്റെ ജീവിതത്തിൽ വലിയൊരു പ്രകടനം വിശുദ്ധിയിലും ശുശ്രൂഷയിലും ആത്മാക്കളെ നേടുന്നതിലൊക്കെ കാഴ്ചവെക്കുമ്പോഴല്ല ഞാൻ ജയാളിയാകുന്നത്. ക്രൂശിൽ അവൻ അവരുടെ മേൽ ജയോത്സവം കൊണ്ടാടി. എനിക്ക് വേണ്ടി എൻ്റെ കർത്താവ് കാൽവരി ക്രൂശിൽ ജയോത്സവം കൊണ്ടാടി. ഞാൻ എന്താ ചെയ്യുന്നത്? അവനന്ന് നേടിയെടുത്ത ആ ജയം കർത്താവിൻ്റെ കുഞ്ഞായി തീർന്നപ്പോൾ അത് എനിക്ക് കിട്ടി, എൻ്റെ സ്വന്തമായി. എൻ്റെ ജയത്തെക്കുറിച്ചൊന്നും ചോദിക്കരുത്. എൻ്റെ ജയങ്ങളെല്ലാം പരാജയങ്ങളാണ്. ഞാനെല്ലാം ചെയ്ത് പൊട്ടിയവനാണ്. ഐ ആം എ ബിഗ് സീറോ. പക്ഷേ ഞാൻ ദൈവത്തെ സ്നേഹിക്കുന്നത് നിമിത്തം ഞാൻ ജയാളിയായി തീർന്നു. മനസ്സിലാകുന്നുണ്ടോ? ഞാനൊരു വലിയ ജയാളിയായി തീർന്നു. 38 For I am convinced that neither death nor life, neither angels nor demons, neither the present nor the future, nor any powers, neither height or depth nor depth, nor anything else in all creation will be able to separate us from the love of God that is in Christ Jesus our Lord. പിന്നെ പറയുന്നത് ഭയങ്കരമായ കാര്യം. എനിക്കൊരു കാര്യത്തിൽ ബോധ്യമുണ്ട്, മരണത്തിനോ ജീവനോ ദൂതന്മാർക്കോ പൈശാചിക ശക്തികൾക്കോ ഇപ്പോഴുള്ളതിനോ വരുവാനുള്ളതിനോ ഏതെങ്കിലും ശക്തികൾക്കോ ഉയരത്തിനോ ആഴത്തിനോ മറ്റെന്തെങ്കിലുമോ ഈ സൃഷ്ടിയിലുള്ള ഏതെങ്കിലും ഒരു സൃഷ്ടിക്കോ ക്രിസ്തുവേശുവിലുള്ള ദൈവസ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപിരിക്കാൻ സാധ്യമല്ല. അവിടെ നിന്ന് ഇങ്ങോട്ടുള്ള സ്നേഹം പറയുന്നത്. പക്ഷേ അവിടെ കുറേ ലിസ്റ്റുകൾ തന്നു. അതിനൊന്നിനും ദൈവസ്നേഹത്തിൽ നിന്ന് എന്നെ വേർപിരിക്കാൻ സാധ്യമല്ല. പക്ഷേ എനിക്ക് വേർതിരിക്കാൻ പറ്റും. എനിക്ക് വേർപിടിക്കാൻ പറ്റും എന്നെ തന്നെ. ശ്രദ്ധിച്ചില്ല ചില. ഇവിടെ ശ്രദ്ധിക്കും മക്കളെ. അതായത് ഞാൻ പറഞ്ഞു വരുന്നത്, ദൈവത്തിന് എന്നോടുള്ള സ്നേഹത്തെ ഒരിക്കലും മാറ്റാൻ സാധ്യമല്ല. ഈ പറഞ്ഞ ഒരു ചരക്കുകൾക്കും ദൈവസ്നേഹത്തിൽ നിന്ന് എന്നെ വേർപിടിക്കാൻ സാധ്യമല്ല. പക്ഷേ എനിക്ക് എന്ന് വെച്ചാൽ പിശാചുക്കൾക്ക്, ദൂതന്മാർക്ക്, ഈ ലോകത്തിലുള്ള ഒന്നിനും, ഒരു സൃഷ്ടിക്കും എന്നെ പിതാവിന് എന്നോടുള്ള സ്നേഹത്തിൽ നിന്ന് വേർപിരിക്കാൻ സാധ്യമല്ല. എന്നാൽ എനിക്ക് എന്നെ തന്നെ ഈ പിതാവിൻ്റെ സ്നേഹത്തിൽ നിന്ന് അടർത്തി മാറ്റാം. എന്ത് ചെയ്താൽ മതി? പിതാവിൻ്റെ സ്നേഹത്തെ അവിശ്വസിച്ചാൽ മതി. പിതാവിനെ സ്നേഹിക്കുന്നില്ല, തീർന്നു. ഐ ആം സെപ്പറേറ്റഡ്. വലിയ കാര്യമുണ്ട് ഞാനിപ്പോൾ പറഞ്ഞത്. എത്ര പേർക്ക് ക്ലിക്കായെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പൈശാചിക ശക്തികൾക്കോ ഇപ്പോൾ ഉള്ളതിനോ വരുവാനുള്ളതിനോ ദൂതന്മാർക്കോ ഉയരത്തിനോ ആഴത്തിനോ ഒന്നിനും പിതാവിന് എന്നോടുള്ള, ക്രിസ്തുവേശുവിൽ എന്നോടുള്ള സ്നേഹത്തിൽ നിന്ന് വേർതിരിക്കാൻ സാധ്യമല്ലെങ്കിലും എനിക്ക് ആ പിതാവിൻ്റെ സ്നേഹത്തെ സംശയിച്ച് അവിശ്വസിച്ച് അതിൽ നിന്നും അടർന്നു മാറാൻ കഴിയും. അത് ചെയ്യരുത്. നമ്മളാരും അത് ചെയ്യരുത്. ഈ ദൈവസ്നേഹത്തിൻ്റെ നിറവ് നമ്മിലുണ്ടായാൽ ഭയം പുറത്തു പോകുന്നു. ലവ് കവേഴ്സ് എ മൾട്ടിറ്റ്യൂഡ് ഓഫ് സിൻസ്. പാപങ്ങളുടെ ബഹുത്വത്തെ അത് മറച്ചു പിടിക്കുന്നു. എത്ര പരാജയപ്പെട്ടവനും ഈ ദൈവസ്നേഹത്തിൻ്റെ നിറവിൽ നിൽക്കുമ്പോൾ ഈസ് എ മോർ ദാൻ കോൺകറർ. അവൻ ജയാളിയേക്കാൾ ജയാളിയാണ്. യെസ്, എല്ലാ ദിവസവും പറയുന്നത് ഞാൻ വീണ്ടും പറയുന്നു, പുതുതായിട്ടൊക്കെ പലരും കാണുന്നുണ്ടല്ലോ.
നമുക്ക് ഒരുമിച്ച് ദൈവവേല ചെയ്യണം, ശുശ്രൂഷിക്കണം. ഈ ബ്ലെസ്സിങ് ടുഡേയുമായി നമുക്ക് ശക്തമായി മുന്നിലേക്ക് പോകണം. അതിനുവേണ്ടി കൂടെ നിൽക്കണം. ഈ ബ്ലെസ്സിങ് ടുഡേ ഒരു പാർട്ട്ണറാകുവാനുള്ള അവസരം തരികയാണ്. സ്ക്രീൻ നമ്പറിൽ വിളിക്കാം, വെബ്സൈറ്റ് സന്ദർശിക്കുക, എപ്പിസോഡുകൾ സ്പോൺസർ ചെയ്യുക. ബ്ലെസ്സിങ് ടുഡേയുടെ പ്രോജക്റ്റുകളിൽ നിങ്ങൾക്ക് പങ്കാളിയായി തീരാൻ കഴിയും. ഈ വീഡിയോ എല്ലാവർക്കും അയച്ചു കൊടുക്കുക. ഇതിൻ്റെ ലിങ്ക് എടുത്ത് വാട്സപ്പ് സ്റ്റേറ്റസിലും എവിടേക്ക് ഇടാമോ അവിടേക്ക് ഇടുക. ഇതിൻ്റെ പ്രസക്ത ഭാഗങ്ങൾ കട്ട് ചെയ്യാനുള്ളൊരു സ്ഥലമുണ്ട്. ഒരു കട്ട് ചെയ്ത് നിങ്ങൾക്കത് മറ്റുള്ളവർക്ക് അയച്ചു കൊടുക്കും. ഒരുപക്ഷെ ഞാനീ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇന്ന ആൾ കേട്ടെങ്കിൽ കൊള്ളായിരുന്നു. അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം, ആ യൂട്യൂബിൽ അതിങ്ങനെ കട്ട് ചെയ്തെടുത്ത് അയക്കാനുള്ളൊരു പ്രൊവിഷൻ എൻ്റെ താഴെ കിടപ്പുണ്ട്. ആരോടും ചോദിച്ച് മനസ്സിലാക്കുക, അത് അയച്ചു കൊടുക്കുക. അതായിരിക്കും അവർ ആദ്യം കാണുന്നത്. അതിന് ശേഷം അവർക്ക് വേണമെങ്കിൽ ഫുള്ള് കാണാം. നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം. കർത്താവേ, ഈ വചനം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും ഞാൻ പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് രോഗികൾ സൗഖ്യമായിട്ട് വ്യക്തമായി ഞാൻ കാണുന്ന ആ കൂട്ടത്തിൽ ഈ ചില അഡിക്ഷനുകളിൽ പോയിട്ടുള്ള ആളുകൾ, മദ്യപാനം, പുകവലി, ഡ്രഗ്സ്, ഏതെങ്കിലുമൊക്കെ പാപപ്രവർത്തനത്തിൻ്റെ അതിൻ്റെയൊക്കെ അടിമകളായി പോയവർ ഇന്ന് യേശുവിൻ്റെ നാമത്തിൽ അവരിന്ന് അതിൽ നിന്ന് പുറത്തു വരട്ടെ. ചങ്ങലകൾ പൊട്ടട്ടെ, ബന്ധനങ്ങൾ അഴിയട്ടെ, ജനം സ്വതന്ത്രമാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അതിൽ മാനസികമായ ചില ബുദ്ധിമുട്ടുകളിലൂടെ പോകുന്ന, മാനസിക രോഗത്തിന് മരുന്ന് കഴിക്കുന്നവർ യേശുവിൻ്റെ നാമത്തിൽ അത് ഹീലായി പുറത്തു വരട്ടെ. പലരും മാനസിക രോഗികളായി മുദ്ര കുത്തപ്പെട്ട് അതിനാൽ വിഷമിക്കുന്നവരുണ്ട്, പിടയുന്നവരുണ്ട്. യേശു നിങ്ങളെ സ്നേഹിക്കുന്നു. ദൈവസ്നേഹം നിങ്ങളെ കടന്നു പിടിക്കുകയാണ്. യേശുവിനായി ഹൃദയം കൊടുക്കണേ. രോഗികളെ കർത്താവ് സൗഖ്യമാക്കുന്നതിനായി നന്ദി. ഇൻ ജീസസ് നെയിം, ആമേൻ. സമയക്കുറവ് മൂലം ഞാൻ വളരെ ഷോർട്ടായിട്ടാണ് പ്രാർത്ഥിച്ചത്. പക്ഷേ നിങ്ങൾ ചെയ്യേണ്ടത് സ്ക്രീൻ നമ്പറിലൊന്ന് വിളിക്കുക, വിസ്തരിച്ച് പ്രാർത്ഥിക്കും. കർത്താവ് ധാരാളമായുള്ളവരെ അനുഗ്രഹിക്കട്ടെ. നാളെ വീണ്ടും കാണാം. ഗോഡ് ബ്ലെസ് യു. ബൈ.